Hi friends, welcome to Garam Masala, the magic spices of cooking. ഉണക്കമാന്തൽ വറ്റിച്ചത്. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നുണ്ടാക്കാവുന്നതും വളരെ ടേസ്റ്റിയുമായ ഉണക്കമാന്തൽ വറ്റിച്ചത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ഉണക്കമാന്തൽ 5 എണ്ണം, സവാള മീഡിയം സൈസ് 1/2 പീസ്, തക്കാളി 1 ചെറുത്, പച്ചമുളക് 2 എണ്ണം, മുളകുപൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 പിഞ്ച്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, പുളി ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ, വെളിച്ചെണ്ണ 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം. ആദ്യം നമുക്ക് ഉണക്കമാന്തലിനെ അരമണിക്കൂർ കുതിർത്തിയതിനു ശേഷം തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. ഇനി നമുക്ക് മീൻ വറ്റിച്ചെടുക്കാം. പാനിലോട്ട് ആദ്യം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് സവാള, പച്ചമുളക്, തക്കാളി ഇവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പൗഡറുകൾ ചേർക്കാം. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മാന്തൽ ചേർത്ത് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യണം. കുറവാണെങ്കിൽ മാത്രം ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉണക്കമാന്തലിൽ നല്ല ഉപ്പ് ഉണ്ടായിരിക്കും. ഇനി നമുക്കിതിനെ വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ഇതിലോട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഉണക്കമാന്തൽ വറ്റിച്ചത് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.